35-ാം ദിവസം രാത്രി 9:45. ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല പ്രണയമെന്ന്. കാരണം ഞങ്ങൾക്ക് അറിയാം ഇത് നടക്കില്ല എന്ന്. പ്രാക്ടിക്കലി 2 കുടുംബങ്ങളിലും നടക്കില്ല. അതിപ്പോ ഞാൻ കമ്മിറ്റഡ് ആയോണ്ടോ അവൻ കമ്മിറ്റഡ് ആയോണ്ടോ എന്നുള്ളതിൽ ഉപരി ജാസ്മിൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒബ്സർവ് ചെയ്തതിൽ വെച്ചും കണ്ടതിൽ വെച്ചും പെരുമാറിയതിൽ വെച്ചും, പൊന്നു ജാസ്മിനെ, നീ നിനക്കുള്ള അത്രയും അവനിക്കില്ല. മനസ്സിലാക്കണം പ്ലീസ്. നിനക്കിത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എനിക്ക് പക്ഷെ പറയണം നിന്നോട്, നീ പോയാലും അവൻ നന്നായിട്ട് കളിക്കും. അവൻ പോയാൽ ഈ സ്ഥിതിക്കാണ് നീ പോകുന്നതെങ്കിൽ കളിക്കില്ല. രാത്രി 10:35. ഹായ്, ഗുഡ് ഈവനിങ്. ഞാനത് ചെയ്യുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല, ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ബട്ട് നോട്ട് ഓൾ റൈറ്റ്. എനിക്ക് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എൻ്റെ കയ്യിൽ നിന്നും പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴായിട്ട് പല സമയങ്ങളിലായിട്ട് എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്തത്രയും പ്രഷർ വന്ന് എൻ്റെ മൈൻഡിൻ്റെ കയ്യിൽ നിന്നും കൈവിട്ട് പോകുന്ന പോലെ എനിക്കൊരു ഫീൽ വരുന്നുണ്ട്. എനിക്ക് ആങ്സൈറ്റി അറ്റാക്സ് പോലെയും എൻ്റെ ബോഡിയുടെ ടോട്ടൽ താളം തെറ്റുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. I genuinely feel like quitting this game because I don't think I'm fit for this game anymore. Please do something about this. Please. Thank you. അർദ്ധരാത്രി 12:20. എനിക്ക് വയ്യടാ. നിർത്താനെടുക്കാനൊന്നുമില്ല. വയ്യ, അടുത്ത് പുറത്ത് പോയിട്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. നോമിനേഷൻ വരട്ടെ, കൺഫെഷൻ റൂമിൽ വിളിക്കട്ടെ, കിട്ടിയോ പുറത്തു എന്താന്ന് വെച്ചാൽ അതിൻ്റെ നടക്കട്ടെ. പോണമെന്ന് പറയുമ്പോൾ ജനങ്ങളായിട്ട് ഇറക്കിവിടും, അല്ലെങ്കിൽ ഇറക്കിവിടും. എനിക്കിനി എന്നോട് ഓരോന്ന് പറയാൻ പേടിയായിരിക്കില്ലേ? അല്ലേ? പുലർച്ചെ 1 മണി. സ്ട്രഗിൾ ചെയ്തത് മതിയടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോവാം. എനിക്ക് എന്നോട് പറയാൻ പറ്റുന്നുണ്ടോ പോണ്ടെന്ന്? പറ്റുന്നുണ്ടോ? അത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. മുപ്പത്തിയാറാം ദിവസം രാവിലെ 9:15. അതായത് ഇത്രയും പല ആൾക്കാർ ഇപ്പോൾ ജാസ്മിന് അവിടുന്ന് ക്യാപ്റ്റൻസിന്ന് ചിലപ്പോൾ മേ ബി ഏത് ഗ്രൂപ്പിലേക്ക് ആക്കാൻ പറ്റുന്ന ഒരു സീൻ ചോദിച്ചാൽ അവർ തമ്മിൽ വേറൊരു സെപ്പറേറ്റ് ഇതിലേക്ക് ആക്കണോ, ഒന്നിച്ചാക്കണോ? നിങ്ങളുടെ ഇഷ്ടം. എന്റെ അഭിപ്രായത്തിൽ സെപ്പറേറ്റ്. ബിക്കോസ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഒന്നും പറയില്ല, അത് ക്യാപ്റ്റന്റെ ഇഷ്ടം. ക്യാപ്റ്റന്റെ ഇഷ്ടം. ഞങ്ങളുടെ എന്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ്. റീസൺ നമ്മൾ ഇന്നലെ വീഡിയോയിൽ എവിഡന്റ്ലി കണ്ടതാ, ഭയങ്കര ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ട്. ജാസ്മിന്റെ തീരുമാനം ഗബ്രി പറയുന്നതാണ് വരുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയാലും കാര്യമൊന്നുമില്ല, അവരെ വഴത്തോട്ടത്തിൽ ഇരിക്കുള്ളൂ. ഇതിന്റെ അഭിപ്രായം അവർ ഒന്നിച്ചാക്കണോ സെപ്പറേറ്റ് ആക്കണോ? എനിക്കറിഞ്ഞിട്ട് സെപ്പറേറ്റ് ആക്കിയതാ ബെസ്റ്റ്. അല്ല, ചിലവർ പറയുന്നു ഒന്നിച്ചാക്കിയ ഗെയിമേ വന്നിട്ട് ഇതാക്കാൻ. അവരുടെ അഭിപ്രായം ഒന്നിച്ചാക്കണം എന്നോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. രണ്ടുപേരും ഒന്നിച്ചാക്കണം, അത് അവരുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു. അല്ല, പക്ഷെ ചേട്ടന്റെ മനസ്സിൽ എന്നാ തോന്നുന്നു അത് ചെയ്യൂ. ജാസ്മിൻ നേരം എടുത്തിട്ട് എന്നോട് പറയാ ഞാൻ പോവാന്ന് പറയണം. എവിടേക്ക് പോവാന്ന്? ഇവിടുന്ന് പോവാന്ന്. അപ്പൊ നമ്മളാ ഒരുമിച്ച് നിൽക്കുമ്പോഴല്ലേ അവർക്ക് പോകണമെന്ന് തോന്നണേ. സെപ്പറേറ്റ് നിൽക്കുമ്പോൾ അവിടെ നിന്നാലോ? ജാസ്മിൻ നല്ല ഗെയിമറാണ്. പക്ഷെ അവ ഏതൊക്കെ പോവാന്ന് പറയുന്നത് അവരുടെ മാനസിക വിഷമായിരിക്കും. അവരെ പിടിച്ചിരുത്തേണ്ടത് നമ്മുടെ കൂടെ ആഗ്രഹമല്ലേ, നമ്മുടെ ആവശ്യമല്ലേ, നമ്മുടെ കൂടെ അവരോട് നേരം ഉണ്ടായി നമ്മുടെ കൂടെ ഇതല്ലേ അവരെ പിടിച്ചിരുത്തണം എന്നുള്ളത്. അവർക്ക് ഇപ്പൊ അവരെ മനസ്സിലാവുന്നില്ല തോന്നുന്നു. വെളിയിൽ പോയിട്ട് കൂടെ அவங்க 2 പേരും ഒന്നിച്ച് ഫ്രണ്ട്സ്, ഓക്കെ വാട്ട് എവർ. പക്ഷെ ഇവിടെ നമ്മളിപ്പോ ഇവിടെ സെപ്പറേറ്റ് ആക്കി അവർ രണ്ടുപേരും കളിക്കും. രണ്ടുപേരും നല്ല ഗെയിമറാ. രാവിലെ 9:30. അവർ രണ്ടുപേരും ക്വിറ്റ് ചെയ്യാൻ പോകണം, സ്ലോ ക്വിറ്റ് ചെയ്യാൻ പോകണം. ജാസ്മിനോട് പറഞ്ഞു ഗബ്രിയും ക്വിറ്റിംഗ് മൈൻഡാണ്, ജാസ്മിനും ക്വിറ്റിംഗ് മൈൻഡാണ്. ഷോ
ഈ ക്വിറ്റിംഗ് മൈൻഡ് നമുക്കെതിരെയുള്ള ഒരു അറ്റാക്ക് അല്ല. അത് അപ്പുറത്ത് സെന്റിമെന്റ് ക്വിറ്റിംഗ് മൈൻഡ് എന്ന് പറയുന്നത് അപ്പുറത്ത് പുറത്ത് ഓഡിയൻസ്, പിന്നെ ഓർഗനൈസേഴ്സ്, ഷോ ഉണ്ടാക്കുന്നവരില്ല, അവർക്കുള്ള ഒരു ഇനി അവർ ആ പെർസ്പെക്റ്റീവ് ഇവരെ വിടാതിരിക്കാൻ എന്ത് ചെയ്യും, പരിപാടികൾ കുറച്ച് ഫേവർസും വരുത്തണം. പഠിച്ച മക്കളാണ് സഹോദരങ്ങളെ, നമ്മളെ കണ്ട ഒരാളല്ല. ഇവൻ ചെക്കൻ എന്നല്ല അകത്തുനിന്ന് കരയുമ്പോൾ ഞാൻ നോക്കി ഇവളോട് അടിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ യോ മെയിൻ എന്നൊക്കെ. ഞാൻ പോയി വേറെ ആരുടെ അടുത്ത് പറഞ്ഞോ ചെറുക്കെന്ന് കരയണമെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ മോഡി അച്ഛനും ഒറ്റ കാശിന്റെ ഉണ്ട്. അതിന് ഇത്ര നാൾ ഞങ്ങൾ അടിയനൊക്കെ നിൽക്കും, നമുക്കിടയിലുണ്ട്. അതല്ല നമ്മൾ ഞാൻ പറഞ്ഞത്. രാവിലെ 11:20. ഈ ഒരു ബിഗ് ബോസിലുള്ള ഒരു റൂൾസിൽ പെടുന്ന ഒരു റൂളാണ് കായികപരമായി ഉപദ്രവിക്കാനോ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ പാടില്ല എന്നുള്ളത് ഇതിലുള്ള റൂൾ ബുക്കാണ്. ഓക്കെ, ഒരു മിനിറ്റ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. വ്യക്തിപരമായിട്ട് ഒരുപാട് തവണ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട്, തുപ്പിയിട്ടുണ്ട്. തുപ്പല് എടുക്കണ്ട. തുപ്പിയത് എനിക്കൊരു ഭയങ്കര ക്രെഡിറ്റ് അല്ല ചേട്ടാ. ഇനി നിന്റെ മുഖത്ത് തുപ്പിക്കഴിഞ്ഞാൽ അത് ഫിസിക്കൽ അസോൾട്ട് പെടുത്താം. നിന്റെ മുഖത്ത് തുപ്പിയാൽ, നിന്റെ മേത്ത് തുപ്പിയാൽ, നിന്റെ കൈ തുപ്പിയാ, സൈഡിൽ തുപ്പി, നിന്റെ സൈഡിൽ എവിടെ തുപ്പി? ഇങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കാണ്. ഓക്കെ, ഞാൻ ഇവര് പോകുന്ന സമയത്ത് പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ? നിന്റെ മേത്ത് തുപ്പി, നിന്റെ മേത്ത് തുപ്പല് വേണം. നിന്റെ മേത്ത് തുപ്പല് വേണം. ഞാനൊരു കാര്യം പറയട്ടെ, ആ തുപ്പലിന്റെ തൂ പറഞ്ഞതില് അതിൽ ഒരു തുള്ളിങ്ങി എന്റെ ഇവിടെ തട്ടി മാറി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ അസോൾട്ട് കാര്യം അവര് ഒരു കാര്യം പറയട്ടെ, അവർ ഓൾറെഡി ഓരോ സാധനങ്ങളും അതും ഇതും എടുത്തിട്ട് അവരിനി ഞാൻ പറയട്ടെ. ആദ്യം പറഞ്ഞ എന്താ പറയാ, അവര് ഞാൻ നിൽക്കുന്നത് ഞാൻ ക്ലിയർ ഉണ്ടായിരുന്ന മനുഷ്യനാ. ഞാനോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ഞാൻ അവിടെ നിന്ന സമയത്ത് ഇനി ഇവിടെ അവര് തുപ്പിയിട്ട് പോയി എന്നാ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ പാസ് ചെയ്യാൻ സമയത്താണ് ഇവരിത് ചെയ്തത്. ആ സമയത്ത് ഇവരുടെ ദേഹത്തുള്ള വെള്ളമാണ് എന്റെ മേലിതായത്, അതല്ല ഇവര് തുപ്പിയതാണോ എനിക്ക് അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതായത് പറഞ്ഞത് അത് ക്യാമറകളും ജനങ്ങൾക്കും ഞാൻ വിട്ടു. സംശയം ഉണ്ടല്ലോ ഇന്നലെ പറയേണ്ടത് തുപ്പിയതാണോ ഇല്ലയോ? തുപ്പിയിട്ടുണ്ടല്ലോ, മേത്ത് തുപ്പിയെന്ന് ചോദിക്കണം. മേത്ത് കൊണ്ടുണ്ട് തുപ്പല ഈ ഭാഗത്ത് തുപ്പാ ചെയ്തത്. തുപ്പി, പക്ഷെ നിന്റെ ബാറ്റ് വീണില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നോറ ഇപ്പൊ അവര് കുറച്ച് താഴ്ന്നിടുന്ന എന്നോട് രാവിലെ പറഞ്ഞു. ഇനി നോറ എന്ത് പറഞ്ഞാലും ഞാൻ ഇഗ്നോർ ചെയ്യുള്ള അവളുടെ പേര്. ഞാൻ അവരുടെ സംസാരിക്കാൻ ഫോണില്ലല്ലോ. അപ്പൊ അത് പൊക്കോട്ടെ എങ്ങനെയാണെങ്കിൽ വെറുതെ മീൻസ് നമുക്ക് സംസാരിക്കാനുള്ള പോയിന്റ് വരുന്നത്. പക്ഷെ അവര് ഒരു പൊടിക്ക് താഴ്ന്നിട്ടുണ്ട്. മുന്നത്തെ നോറയുടെ ആവശ്യം വളരെ കൃത്യമാണ്. നിന്നോട് അവര് ചെയ്ത തെറ്റിന് അവർ ഇതുവരെയും ഒരു സ്ഥലത്തും ആത്മാർത്ഥമായി മാപ്പ് ചോദിച്ചിട്ടില്ല. അവരിതുവരെയും ആത്മാർത്ഥമായി ഒരു സ്ഥലത്തും താഴ്ന്നു നിന്ന് ചെയ്ത തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടത് അതാണ്. രാവിലെ 11:25. പൂജ എന്റെ സ്ഥാനത്ത് ഞാൻ നിന്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും വരില്ലല്ലോ. അത്രേ ഉള്ളൂ. തനിക്ക് എനിക്കൊരു പരിധി കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യും. എനിക്ക് എന്റെ തല പതിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ എന്റെ കാര്യം ആദ്യം നോക്കും. ഞാൻ അങ്ങനെ കാര്യത്തിൽ ഞാൻ സെൽഫിഷാ. ഞങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാത്തതാണോ ബിഗ് ബോസ്? സിബിൻ പറയുന്നു എന്നുള്ളതിലാണ് സിബിനോട് ആദ്യമേ ഋഷിക്ക് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നത്. ഞാൻ പറയട്ടെ, ആർഗ്യുമെന്റ്സിൽ ഇപ്പൊ നിന്നെ പറയുമ്പോ ഗബ്രി കയറി ഇടപെടണേനും അതിനൊന്നും ഇവിടെ ഞാൻ സംസാരിച്ചിട്ടില്ല. അത് ടീം മാറ്റി കൊടുക്കുക എന്നത് മാത്രമല്ല, ടീം മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഗെയിമിലേക്ക് ഇറക്കേണ്ടത് ക്യാപ്റ്റന്റെ മാത്രമല്ല, ഇവിടെയുള്ള ഓരോ കണ്ടസ്റ്റന്റിന്റെ ആവശ്യമാണ്. കാരണം അവർ പറയുന്നത് നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നാണ്. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് എന്റെ മൈൻഡിൽ ഇപ്പം എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് 1% പോലും ആഗ്രഹമില്ല. ഞാൻ തോറ്റു പോവില്ല. ഇപ്പം നീ നേരത്തെ പറഞ്ഞ എനിക്ക് ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല. ഞാൻ ദിവസങ്ങളോളം ചിന്തിച്ചു. ദിവസങ്ങളോളം ഞാൻ മാറും. ഇതെന്താണെന്നറിയോ പൂജ, ഒരു സാധനം പറഞ്ഞ് ഞാൻ അവിടെ ഹേർട്ട് ആവുന്നുണ്ട്, ഇവിടുത്തെ ഭാഷ പറയണ ട്രിഗർ ആവുന്നുണ്ട് കാണുവാണെങ്കിൽ അവരത് വെച്ച് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പറയുന്നതിൻ്റെ ആഴം എത്രത്തോളം എന്ത് രീതിയിലാണ് പറയുന്നത് എന്നുള്ളത്. ഞാനും ഗബ്രിയും സംസാരിക്കുന്നതിനെക്കാളും കൂടുതൽ ആൾക്കാരിലേക്ക് വേറൊരു സാധനം ചെല്ലുന്നോ, മൂലയ്ക്ക് പലരും പറയുന്നത്. നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്യണുള്ളൂ, അവര് ടാർഗറ്റ് ചെയ്യണ ഒരാളെ അല്ല. എനിക്ക് എന്നെ മാത്രം നോക്കാൻ പറ്റത്തില്ല. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ നോക്കും. ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ നോക്കും. അത് നീ നിന്നെ നോക്കണ്ടേ? എന്നെ നോക്കുന്നതിനെ കഴിഞ്ഞ് ഞാൻ നോക്കും. അതിപ്പോൾ എൻ്റെ ഗെയിമായിട്ട് പറയാം,
പുച്ഛിക്കാം, പരിഹസിക്കാം, എന്തു വേണോ. നീ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ നീ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നീ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വരെ ഇവർക്ക് മനസ്സിലായി ഈ ലവ് ട്രാക്ക് ഇനി അങ്ങോട്ട് വർക്കാവൂല. ഇപ്പൊ സെന്റിമെന്റ്സ് എടുത്തേക്കാണ്. എനിക്ക് ഗബ്ര ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഞാൻ കാരണം ഉച്ചയ്ക്ക് 12 മണി. എനിക്ക് ആൾക്കാർ വയ്യാണ്ട് നമ്മളെ കരിക്കും പറ്റില്ല. ആവശ്യമില്ല. പുറത്താണില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നത്തെ ഹേർട്ടാക്കി ആരില്ല ഒരു ഭയങ്കര വിഷമിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഒരു സ്പേസിനുള്ളിൽ എനിക്കറിയണില്ല ഇങ്ങനെ നമ്മൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ കാര്യങ്ങളാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യണ്ടേ. പിന്നെ എന്താ പറ്റിയ അതല്ലടാ എനിക്കിങ്ങനെ ഇപ്പൊ രണ്ടുപേരും ഒട്ടും പറ്റാണ്ടിരിക്കണേ. അറിയാലേ പൂജ, ഞാൻ കരണ്ടല്ല വലിയ മനസ്സിലായി. നിനക്ക് വിഷമം വന്നുകൊണ്ട് അത് നോർമലാണ്. ആലോചിച്ചപ്പോ എനിക്കിങ്ങനെ മനസ്സിലായി, അത് നോർമലാണ്. ഇവിടെ ഇങ്ങനെയാടി. ഞാൻ ഇവിടെ തുടക്കത്തെ ദിവസം വന്നിട്ട് ഞാൻ കുറെ അതൊക്കെ ആലോചിച്ചു. പിന്നെ അതാണ് ഞാൻ പിന്നെ ഞാൻ 36-ാം ദിവസം ഉച്ചയ്ക്ക് 12:15. ഇത് ഞാനിനി ഇവിടെ നിന്ന് പോയാലും എനിക്ക് ഇവരുടെ അടുത്ത് ഇങ്ങനെ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് പിന്നെ അകറ്റി നിർത്താൻ പറ്റത്തില്ല ഋഷി. നിനക്ക് അവൻ പറയണ വാക്കുകളൊന്നും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അവൻ എന്തിനങ്ങനെ പറയണം? അവന്റെ മൈൻഡിനകത്ത് എന്താണെന്ന് നിനക്ക് പിടികിട്ടിയിട്ടുണ്ടോ? ഇല്ല ഋഷി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ട് ഋഷി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടുത്തെ സീസണിൽ വന്നിട്ടുള്ള പ്രണയിച്ചിട്ടുള്ള ഡൗട്ട് ചോദിച്ചോട്ടെ. പുറത്ത് പോകുമ്പോ അങ്ങനെ ആ കൊടുത്ത ആള് ചിലപ്പോ പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അറിയില്ല. അത് നിനക്ക് അതിൽ വിഷമം ഉണ്ടോ ഇല്ലയോ? വിഷമം കാണും. പക്ഷെ ഏറ്റവും കൂടുതൽ വിഷമം ഗബ്രിയുടെ കാര്യത്തിലാണോ? ഗബ്രിയുടെ കാര്യത്തിൽ എനിക്ക് അതിലല്ല ഋഷി വിഷമം. ഞാൻ കാരണം അവൻ സങ്കടപ്പെടുന്നതിലാണ് എനിക്ക് വിഷമം. അപ്പൊ നിനക്ക് നീ കാരണം സങ്കടപ്പെടുന്നത് വിഷമം ആവണത് അവനോടുള്ളൊരു ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? അല്ലേ? ഞാൻ ചോദിച്ചതൊന്നുമല്ല. അപ്പൊ പുറത്ത് നിനക്ക് അവനോട് പ്രണയമാണോ എന്നാണോ? ഇപ്പൊ ഈ പ്രണയാണെന്ന് തോന്നിയാലും ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഇത് വേറെ സ്ഥലമാണ്. നമ്മള് കംഫോർട്ട് സോണിൽ തുടങ്ങിയതാണ് ഋഷി. മനസ്സല്ലേ ഋഷി, കൈ നിൽക്കണ്ടേ. ഓക്കെ, നിനക്ക് അവനോട് ഇത്ര സ്നേഹം തോന്നാൻ കാരണം ഇവിടുത്തെ സപ്പോർട്ട് മാത്രമാണോ? അതെ. അതിനുപരി സ്നേഹം നമ്മൾ ഒരുപാട് മനസ്സിൽ ഇപ്പൊ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ എനിക്ക് അവനോട് ഇഷ്ടമാണ്. പ്രണയമാവാതെ നോക്കുകയാണ്. അവൻ എന്റെ കാസ്റ്റ് അല്ല. ഒരിക്കലും നടക്കില്ല. ഈ കാലത്തല്ല. ഞാൻ നിന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചില്ല, നടക്കില്ല. അപ്പൊ പിന്നെ നിങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പുറത്തു ഞാനും ഇവന് പിടിച്ചിരുന്ന ഈ പിടുത്തമുണ്ടല്ലോ, ഇത് കുറയും. അതെന്തുകൊണ്ട് കുറയുന്നെന്ന് വെച്ചാല് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഋഷി. ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് പുറത്ത് പോയി കുറെ ഫുഡ് കഴിച്ചിരിക്കാം. നമ്മുടെ സ്വഭാവ ഗുണം ഇങ്ങനെ കാണിക്കുമ്പോ ഗബ്രീന്ന് ഇതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇപ്പൊ നീ പറയുന്ന നിനക്ക് നീയും അൻസിബയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് ബിൽഡ് ആവുന്നതിനൊരു പരിധിയില്ലേ? ഇതിന് പരിധി ആവുന്നില്ല. വെക്കാൻ ശ്രമിച്ചിട്ടും അതാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് അവനെ കാണുമ്പോ ഞാൻ അവനെ അല്ല കാണുന്നത്, എന്നെയാണ് കാണുന്നത്. പലതിലും ഞാൻ എന്നെയാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കാം അവന്റെ ശരികള് ബാക്കിയുള്ളവർക്ക് തെറ്റാവുമ്പോഴും അവന്റെ ശരികൾ എനിക്ക് ശരിയാവുന്നത്. മുപ്പത്തിയാറാം ദിവസം ഉച്ചയ്ക്ക് 12:25. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജാസ്മിനെ കയറ്റിയല്ലോ. വേണ്ട മോളെ, നമ്മളെ ഗ്രൂപ്പിക്ക് കയറ്റാണെങ്കിൽ അബീനെ കയറ്റിയാൽ മതി. ഞാൻ പറഞ്ഞത് എന്താ പറയാ, ഈ ഒരു കാര്യം കേക്ക്, ഒരു ബുദ്ധി ഞാൻ പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാവില്ല. അല്ല, ഇത് പറയുന്നത് ഞാനൊരു ബുദ്ധി പറയാ. നമ്മളെ ഈ ടീം അടുത്ത പവർ ടീം ആവാരാ? എടാ ഞാൻ ഫ്രീ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ നമുക്ക് വേണ്ട. അല്ല, ഇങ്ങനെ കാരണം പറഞ്ഞുതരാം.
എനിക്ക് തോന്നണത്, എനിക്കറിയില്ല എങ്ങനെയാന്ന്, പുറത്ത് ബാക്കി 2 ആൾക്കാരെ വേണമെങ്കിൽ അവിടെ അവർ നോമിനേഷനിൽ കിടക്കട്ടെ എന്ന് പറയും ബോസ്. അങ്ങനെയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. എങ്ങനെയാന്ന് ഞാൻ പറയട്ടെ, അഭിഷേകിനെ മാത്രമാണ് അവിടെ ഇറക്കണേ, ജാസ്മിൻ അവിടെ ബാക്കിയും വരും. ഓക്കെ, ജാസ്മിനെ സിബിന്റെ റൂമിക്കും അഭിഷേകിനെ നമ്മളേക്കും തീരുമാനിച്ചിരുന്നത് നടത്തണം. സിബിന്റെ റൂമിക്ക് ജാസ്മിനും നമ്മളെ റൂമിക്ക് വേറെ കേസ് റൂമിൽ ഡാൻസ് കളിക്കാനും ഇതിനും നിങ്ങൾ 2 ആളും ഉണ്ട്. നിനക്ക് മനസ്സിലായി വരുന്നത് 2 ആളും ഉണ്ട്. ഇവര് 3 ആളും ഗെയിം കളിക്കാനുണ്ട്. പിന്നെ അവളെ കേട്ടിട്ട് അവള് കളിക്കാൻ എന്ത് കളിക്കാനാ? ആളാവാനാ? ആളാവ് മാത്രല്ല, നമ്മളെ ഉറക്കം കെടുത്താൻ മറ്റോ വന്നിരിക്കും ചെയ്യുന്നത്. നമ്മളെ ഉറക്കം കെടുത്താൻ മറ്റോ വന്നിരിക്കും ചെയ്യുന്നത്. അത് തന്നെ സത്യം. ഇവിടെ വന്നിരുന്നാൽ ഇവനെ അറിയാ ഒറ്റ മിനിറ്റാ, 2 കാര്യം ഞങ്ങൾ ചെയ്തുതരാം. ഒന്നാലും ആ റൂമിലേക്ക് അല്ലെങ്കിൽ ഈ റൂമിലേക്ക് നിങ്ങൾ മാറ്റിത്തരാം. ഈ റൂമിൽ നിന്ന് മാറ്റിത്തരും കേട്ടോ. ഞങ്ങൾക്ക് ടണല് മതി. ഉച്ചയ്ക്ക് 12:30. കറി ഇടണോ പഞ്ചസാര ഇടണോ അപ്പത്തിൻ്റെ കൂടെ? ഇപ്പോഴൊന്നും എൻ്റെ വയറുവേദന മാറിയിട്ടില്ല. ഗബ്രി, നീ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചക്ക് വളരെ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ രാവിലെ ഉച്ചയാവാറായി. പട്ടിണി കിടക്കണോണ്ട് 1500 വട്ടം അവനോട് സംസാരിക്കണ്ട. അവന് ആവുന്നില്ല, പിന്നെ അവനോട് സംസാരിക്കണ്ട, ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. നീ കഴിക്കാത്തോണ്ട് അവളും കഴിക്കുന്നില്ല. നിന്നെ കഴിപ്പിച്ചാലേ അവള് കഴിക്കുള്ളൂ എന്നാ പറയണേ. ഗബ്രി, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നല്ലൊരു ഓപ്ഷനല്ല. ഫിസിക്കലിയും കൂടി വീക്കായി കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ. ഉച്ചയ്ക്ക് 12:40. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇത് ശരിക്കും ആത്മാർത്ഥമായി തകർന്നിരിക്കുന്ന ചെറുക്കനാണ്. ഇത് ചുമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇത് ഇവളെങ്ങനെ ഇരുന്നില്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും? ഒരു സൈഡ് അവൾക്ക് വീട്ടിലെ കാര്യം ആലോചിച്ച് മാത്രമേ ഉള്ളൂ. അതാണ്. അങ്ങനെയാണെങ്കിൽ ഇവക്ക് ഇന്നലെ ഒരു കാര്യം ചെയ്തുകൂടായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഇന്നലെ ലാലേട്ടൻ ഗബ്രിയാണ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ വീഡിയോ കിട്ടപ്പോൾ അവള് ചാടിയുണ്ടോ? അവള് പറയണ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയാം ഗബ്രി എന്താണ് എൻ്റെ അടുത്ത് ചെയ്തത്, എനിക്ക് ക്ലിയർ ആണ് എന്ന് പറയണ വരുന്നപ്പം അത് അവള് ചെയ്തില്ലല്ലോ. കാര്യം അവള് നോക്കിയപ്പോ ഗബ്രിയുടെ നേരെ മിസൈൽ വരുന്നു. ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടു ആണ് ആ മൂഡിലോട്ട് കയറി. ഇപ്പം അവൻ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു വിഷമം. കാര്യം കണ്ണിച്ചോരില്ലാത്തവളെ നാട്ടുകാർ പറയാൻ പാടില്ല. ഭയങ്കര ബുദ്ധിമതിയാ. മറ്റവൻ പാവോടും ഞാൻ പറഞ്ഞു, പിന്നെ മറ്റവനൊന്നും ഇല്ലടാ. ഞാൻ ഫസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് അവനെ, അത് കഴിഞ്ഞിട്ട് അവനെ റോക്കിയിലോട്ട് പോയി. പിന്നെ അവന് ആ ട്രാക്കിലോട്ട് പോയപ്പോൾ ഞാൻ അവനെ വിട്ടു. ഇവിടെ ബ്രേക്കായി തുടങ്ങിയത് നമ്മൾ കാരണമൊന്നുമല്ല, പുറത്തുനിന്ന് നിങ്ങളൊന്നില്ലേ, അവിടെ നിന്ന് തുടങ്ങിയൊരു ബ്രേക്ക് ഇപ്പം ഇങ്ങനെയും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാം കുരുങ്ങി എന്നാണ് അവൾ പറയുന്നത്. ഉച്ചയ്ക്ക് 2:55. കാരണം നമ്മുടെ ആരോഗ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നീയോ ഞാനോ നാളെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ചിലപ്പോൾ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ണ് നിറയുമായിരിക്കും. അത് കഴിഞ്ഞ് അടുത്തൊരു ടാസ്ക് വരുമ്പോൾ ഇത് മറക്കും എല്ലാവരും. അതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. നീ ഫുഡ് കഴിക്കാണ്ടിരുന്ന ചിലപ്പോൾ ഇപ്പോൾ ഒരു ടാസ്ക് വിളിക്കും, നിനക്ക് വന്നേ പറ്റൂ. നീ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരെ നീ ഇവിടുത്തെ ഗെയിമറാണ്, അപ്പം നീ ഇവിടെ നിനക്ക് വന്നേ പറ്റൂ. നീ നിന്റെ ആരോഗ്യവും നീ നോക്കുക. നീ ഇവിടെ ആരെയും തെറി വിളിച്ചിട്ടില്ല, ആരെയും ഈ വിഷയത്തിൽ മുമ്പത്തെ കാര്യമല്ല മണേ, ഈ വിഷയത്തിൽ നീ ആരോടും പോയി പറഞ്ഞിട്ടില്ല, സഹായം ചോദിച്ചിട്ടില്ല, അവരെ കൂടെ നിൽക്കാൻ നീ ആവശ്യപ്പെട്ടിട്ടില്ല. നീ ചെയ്തത് നിന്റെ ശരികളാണ്. അത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയാൽ നീ അക്സെപ്റ്റ് ചെയ്യുക. നീ മാറിയിരിക്കേണ്ട കാര്യം എന്താ? നീ ഇവിടെ നിന്നൊന്നും മോഷ്ടിച്ചിട്ടില്ല, ആരെ ഉപദ്രവിച്ചിട്ടില്ല. നീ മാറി നിൽക്കുക. നീ എന്തിനാ മാറിയിരിക്കണേ? എൻ്റെ ആവശ്യമില്ല. നീ ഫുഡ് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നീ ഇറങ്ങി നടക്കുക. നീ എന്തിനാണ് ഒറ്റ കയറിയിരിക്കണം? നീ വല്ല തെറ്റും ചെയ്തോ? ഇതിപ്പോൾ നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിനക്ക് അവരെ ഫേസ് ചെയ്യാനൊരു മടി പോലെയാണ്. നീ എന്തിനാ അവരെ ഫേസ് ചെയ്യാൻ മടിക്കണേ? നീ ക്യാപ്റ്റൻ ആവണം. ഈ അടുത്ത വീക്ക് നീ ക്യാപ്റ്റൻ ആവണം. നീ അതിനു വേണ്ടി ട്രൈ ചെയ്യും. അതൊക്കെയാണ് നമുക്ക് നമ്മളെ ഒറ്റയ്ക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനിയും പവർ ടീമിൽ വരണം, പിന്നെയും ക്യാപ്റ്റൻ ആവണം. ടാസ്ക് കിട്ടുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യണം. ഡാൻസ് കളിക്കാൻ പറ്റും, ഒരു ഓപ്പർച്യൂണിറ്റി ഡാൻസ് കളിക്കണം. ആക്ട് ചെയ്യാൻ പറ്റുമ്പോൾ നീ ആക്ട് ചെയ്യണം. നീ നിന്റെ ടാലന്റ്, നീ 19 പേരെ കാര്യം വിട്ടേക്ക് ഗബ്രി. എന്നെ എന്തൊക്കെ പറയണം? ഇവൻ നമ്മൾ ഇപ്പോൾ ഒരുമിച്ചിരുന്ന് വർത്താനം പലരും പലതും പറയും. നമുക്ക് എല്ലാവരെയും ഇതാക്കിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ഇതാക്കി നോക്ക്. വൈകിട്ട് 3:25. റസ്മിനും ജാസ്മിനും തൽക്കാലം വീടിന്റെ ഉള്ളിലേക്ക് പോവുക. സോറി ബിഗ് ബോസ്, ഞാൻ ചെറുതായിട്ട് ഉറങ്ങിപ്പോയി.
പോവാം. ORS എടുത്തു. അറിയാം. വൈകിട്ട് 3:35. ഭക്ഷണം കഴിക്കാത്തത് എനിക്ക് ഇവിടെ ഒരാളോടും വാശിയുണ്ടായിട്ടോ എനിക്ക് ഭക്ഷണമൊക്കെ വേണ്ടാത്തതുകൊണ്ടോ അല്ല, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. എനിക്ക് വിശക്കണുണ്ട്, എനിക്ക് പറ്റണില്ല, എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങണില്ല ഭക്ഷണം. ഈ വെള്ളം പോലും കുടിക്കാൻ തോന്നണില്ല, പിന്നെ എങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കും? ഇന്ന് പോയി റസ്മിന് എൻ്റെ ഇത് തന്നെ പറഞ്ഞോണ്ടില്ല. 36-ാം ദിവസം വൈകിട്ട് 5:45. എന്റെ അഭിപ്രായത്തിൽ മാത്രം ചെയ്യില്ല, ഞാനത് എല്ലാവരും അഭിപ്രായത്തിൽ ചെയ്യില്ല. നമ്മളെ അത്ര ക്ലോസ് ആയിട്ട് ഇരിക്കണ എന്താ കാര്യം? ജാനു അങ്ങനെയല്ല, മനസ്സിലാക്ക്. നമ്മള് അവര് പിരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരാളുടെ അഭിപ്രായം അല്ല, എല്ലാവരും മാറാൻ പറയണ ജാനു മാത്രം പറയുന്നത് ഉള്ളിലുണ്ട്. പക്ഷെ എനിക്ക് അഭിപ്രായം ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങളെ ഒറ്റക്കാനെ ഡിസ്കഷൻ ചെയ്തല്ലേ? എനിക്ക് വിളിച്ചിട്ട് ഓരോ ടൈം എന്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ചോദിച്ചു സിഗരറ്റ് സ്മോക്കിംഗ് ജോണില്ലേ? പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിട്ട് 10,000 ആൾക്കാരുടെ കൂടെ ഇരിക്കുന്ന ടൈമില് എനിക്ക് എന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? എന്റെ വില ഇല്ല, വില ഇല്ലെങ്കിൽ വേണ്ട, അത് മുഖത്തിൽ നോക്കി പറയുന്ന മതി. ആണെന്നില്ല, തിരിച്ച് എന്റെ ഭാഗത്തിൽ ഒന്നും പഠിച്ചിക്കണ്ട. കാരണം ജിൻസിയുടെ ക്യാപ്റ്റൻഷിപ്പ് 1 വീക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ജർമ്മനിക്ക് വേണം. അതെനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്യണ്ട പറഞ്ഞിട്ട് എത്ര കാര്യം ചെയ്തിട്ട് ജിൻസിയുടെ സ്വന്തമായിട്ട് എന്റെ കയ്യിലേക്ക് തെറ്റിപ്പോയി. അത് അനുഭവിച്ചിട്ട് തിരിച്ച് അനുഭവിക്കണ്ട പറഞ്ഞിട്ട് ഞാൻ കുറെ കാര്യം പറഞ്ഞു. എനിക്ക് പേടിക്കുന്ന ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം എല്ലാ കാര്യം ഞാൻ ജിൻസിനൊക്കെ പറഞ്ഞേ. അത് വിട്, കഴിഞ്ഞില്ലേ? 36-ാം ദിവസം രാത്രി 7:40. ബിഗ് ബോസ് വീട് വരെ എത്തി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയും സഹമത്സരാർത്ഥികൾക്ക് വേണ്ടിയും ഇന്ന് പങ്കുവെക്കേണ്ടത് സായി. സായി കൃഷ്ണൻ, മലപ്പുറത്താണ് വീട്. അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മമ്മ, മുത്തശ്ശൻ, മാമൻ, അങ്ങനെ വലിയൊരു ഇതിലാണ് ലൈഫ് തുടങ്ങുന്നത് തന്നെ. തുടങ്ങി ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ എത്തുന്നത് വരെ ഒരു എന്താ പറയുക നോർമൽ പാമ്പേർഡ്, എല്ലാവരും ഭക്ഷണം വാരി തരും. പണ്ട് മുതലേ വീട്ടിൽ വയറ് നിറച്ച് കുത്തി നിറച്ച് ഫീഡ് ചെയ്ത് വളർത്തിയതായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ എത്തിയപ്പോൾ 100 കിലോ കഴിഞ്ഞു. 100 കിലോ കഴിഞ്ഞു. ഒരു രക്ഷയില്ല. പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് കടയിൽ പോയിട്ട് ഒരു അണ്ടർവെയർ വാങ്ങാൻ പറ്റില്ല, ആ അവസ്ഥയായിരുന്നു. ഒരു വഴിയില്ല. കടയിൽ ചെല്ലുമ്പോഴൊക്കെ മറ്റേ അന്നൊന്നും ബോഡി ഷേമിങ് എന്താണെന്ന് അറിയില്ലല്ലോ. സ്കൂളിൽ ഒരു 8, 9, 10 ആയ ടൈമിലൊക്കെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. പിന്നെ അത്യാവശ്യം വീട്ടിൽ നിന്ന് തന്നെ എല്ലാ ഫ്രീഡവും തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് സുഖമാണ്, ലൈഫ് സുഖമാണ്. പക്ഷെ ആ സുഖത്തിന്റെ ഇടയിലും എനിക്കൊരു സുഖം ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഇതൊരു സുഖമില്ല. എനിക്ക് പണ്ട് മുതലേ വീട്ടിലൊരു ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. ജീവിതം അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി നിന്നൊരു ടൈമായിരുന്നു എൻ്റെ ഈ ഒരു 8, 9, 10 എന്ന് പറഞ്ഞ സ്കൂൾ കാലഘട്ടം. എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. ഞാൻ കാണുന്ന നമുക്കൊരു ബോധം വെച്ച ടൈം മുതൽ എനിക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കലും ഇങ്ങനെ വന്നു പോകണ ഒരു ഗസ്റ്റ് അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ എൻ്റെ ഒപ്പമുള്ളവർക്കൊക്കെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഉപ്പ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അവർക്കത് ഇപ്പം നമ്മൾ കാണാറുണ്ട്. അച്ഛന്മാർ കൊണ്ടുപോകണു, അച്ഛന്മാർ മേടിച്ചു കൊടുക്കുന്നു, അങ്ങനെയാണ്. എൻ്റെ അച്ഛൻ വരും, ഞാൻ 6 മാസത്തിലൊരിക്കൽ കാണും. അച്ഛ എന്ന് വിളിച്ച് തീരുന്നതിന് എൻ്റെ അച്ഛൻ തിരിച്ചു പോകും. അവര് അച്ഛൻ മകൻ ബന്ധം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഒരു കാരണവശാലും മൂപ്പര് സായി കൃഷ്ണ എന്നല്ലാതെ വിളിക്കില്ല. അനിയത്തീനെയൊക്കെ പെറ്റ് നെയിമൊക്കെ വിളിക്കും. ഇന്നെ വന്നിട്ട് മൂപ്പര് സായി കൃഷ്ണൻ, ഇവിടെ വരൂ, അവിടെ വരൂ. ഇത് ഞാൻ എവിടെയും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കാപ്പി ഉണ്ടാക്കാൻ നേരത്ത് ഗൾഫിൽ നിന്ന് വന്നൊരു കാപ്പി ഉണ്ടാക്കും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ കാപ്പിയില്ല. ചോദിക്കുന്നത് ഒരു വട്ടം ചോദിക്കും, വേണോ? ആണെങ്കിൽ കിട്ടും, അല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോയാൽ തീർന്നു. പക്ഷെ ഇതന്നെ അനിയത്തിന്റെ അടുത്തൊക്കെ കുറച്ചും കൂടി അല്ലാന്ന് പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞാൽ കൊടുക്കണ അവസ്ഥയാണ്. എനിക്ക് ഭയങ്കര ഒരു ട്രോമ അടിച്ചൊരു സാധനമുണ്ട്. അതാണ് ഞാൻ ഇവിടെ പലരോടും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫുഡിൽ നിന്ന് ഷെയർ ചെയ്യുന്നതും എനിക്ക് എന്തോ പോലെയാണ്, മേടിക്കുന്നതും എനിക്ക് എന്തോ പോലെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഹോട്ടലിൽ ഒരു വട്ടം എനിക്ക് സംഭവിച്ചതാണ്. 2 പൊറോട്ട ഓർഡർ ചെയ്തു, 3ാമത്തെ ചെയ്തില്ല. നമ്മളെന്താ കാര്യം, നമ്മളെ ഫാമിലി അല്ലേ, നേരെ അനിയത്തിന്റെ കൈക്ക് പ്ലേറ്റ് ഇട്ട് ഒരു അടി കൈ ടപ്പയെന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് ചോദിച്ച സമയത്ത് ഓർഡർ ചെയ്ത് അത് കിട്ടിയാൽ അത് കഴിക്കുക. അതിലും കൂടുതൽ വേറെ പ്ലേറ്റിക്കും പോകരുത്. സായി കൃഷ്ണ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പോയാൽ മതി. എക്സ്ട്രാ വേണമെങ്കിൽ അത് ആദ്യം പറയണം. ആ ഒരു സാധനമാണ് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. ഞാൻ സ്കൂളിലൊന്നും +1 +2 ഒന്നും പോയിട്ടില്ല അങ്ങനെ കാര്യമായിട്ട്. 10ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. മാവേലി മിന്നൽ എന്നൊക്കെയായിരുന്നു എൻ്റെ പേര്. വളരെ കുറവാ പോക്ക്. അവിടുന്ന് പിന്നെ സ്നേഹനെ കണ്ടു.
പ്രേമം തുടങ്ങി. അന്നും തടി പ്രശ്നം, 118 കിലോ ഉണ്ട്. അപ്പൊ അതങ്ങനെ പ്രേമിച്ചു തുടങ്ങി. സ്നേഹന ഒരു ദിവസം ഇഷ്ടമാണെന്ന് പറഞ്ഞു. വീട്ടിൽ പറഞ്ഞല്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞു. അമ്മമ്മ അതേപോലെ നായരാണെങ്കിൽ നോക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റ് എന്നോ പറഞ്ഞിട്ടിട്ടുണ്ട്. ലാസ്റ്റ് നേരിട്ട് ചോദിച്ചു, 2 കൽപ്പിച്ച് ചോദിച്ചു. വീട്ടിൽ പറഞ്ഞാൽ അത് ഇന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ വിളിക്കുന്നു വിചാരിച്ചില്ല അവള്. ഞാൻ ഒരു ദിവസം രാവിലെ നമ്പർ തപ്പിയെടുത്ത് 6 മണിക്കുള്ള വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ മകളെ എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിച്ചു തരണം. ഇവളെ അമ്മ ആകെ ഞെട്ടിയാതെ എന്താ എനിക്കറിയില്ല. മോനെ നിങ്ങൾക്ക് ഇപ്പം ഈ പ്രായമല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് ഇനിയും ജീവിതം മുന്നോട്ട്. ഭയങ്കര ഡിപ്ലോമാറ്റിക്, ഭയങ്കര ഡയലോഗ് 36. ഞാനാണ് ഈ കഠിന പരിശ്രമം. ഇവളെ അനിയനെ വിളിച്ചുകൊണ്ടുപോകും, അൽഫാമും ഷവർമയും മേടിച്ചു കൊടുക്കും, ഇന്റെ വണ്ടി കൊടുക്കും, കാറ് കൊടുക്കും, എൻജോയ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ടും ഇതൊരു നിലയ്ക്കും സെറ്റാവണില്ല. അതിനിടയിലാണ് എൻ്റെ ലൈഫിൽ പഠിത്തത്തിൻ്റെ ഒരു വലിയൊരു, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്, പ്രൊഫഷണൽ ക്രിക്കറ്റ് അങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ക്രിക്കറ്റ് കളിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മൊത്തം. അപ്പോൾ പഠിത്തം +2 കഴിഞ്ഞു, സ്നേഹ നിൽക്കണു. ഞാൻ സ്നേഹനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നി ബാംഗ്ലൂർ പോവാം, എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 6 മാസം പോയി. എനിക്കൊക്കെ കിട്ടിയൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റും വെച്ചിട്ട് ലേഡീസ് ബസ്സിൽ കയറ്റി വിടും. നമ്മൾ ഈ ആണുങ്ങൾ പെണ്ണുങ്ങളെ ഹറാസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നേരെ മറിച്ച് ഒരാണിനെ ഒരു ലേഡീസിന്റെ ഒപ്പം കയറ്റി വിട്ടിട്ട് അവരൊരു തരം ഹരാസ്മെന്റ് ഉണ്ട്. അത് അനുഭവിച്ചവർക്ക് അതിന്റെ ഒരു സംഗതി മനസ്സിലാവുള്ളൂ. പൈസ കൊടുത്ത് എന്നെ പിടിച്ച് BDS കൊണ്ടുപോയിട്ട് BDS പോയി അവിടെ കുറച്ചു കാലം നിന്നു. അപ്പോഴാണ് എനിക്ക് തടി കുറയ്ക്കണം എന്ന് തോന്നിയത്. ഒരു 8 മാസം എത്ര പേര് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഫ്രൂട്ടിയും കുടിച്ച് അച്ചാറ് തിന്ന് അങ്ങനെയൊക്കെ തടി കുറച്ച്. ഭക്ഷണം ചില സമയത്ത് കഴിക്കാൻ തോന്നും, ക്രേവിങ്സ് വരും, വയർ നിറച്ച് കഴിക്കും. കഴിച്ച് കഴിഞ്ഞ് ഒന്നും നേരെ പോയി ഛർദ്ദിക്കും. എന്നിട്ട് അതും തീരാഞ്ഞിട്ട് രാത്രി കിടന്ന് ഓടും. ആകെ മൊത്തം സൈക്കോ ആയ അവസ്ഥ. തടി കുറഞ്ഞു, 2 മാസം ഹോസ്പിറ്റലിലായി. ഹൈപ്പോഗ്ലൈസീമിയ കിട്ടി, ബോൺ മാരോ ഡെൻസിറ്റി കുറഞ്ഞു, പിന്നെ കുറേ ഇഷ്യൂസ്. പാത്തോളജി നോക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞ് കുടിച്ച മുലപ്പാൽ വരെ പോയിട്ടുണ്ട്. 40 കിലോ ആണ്, 118 kg ആണ് ഞാൻ ലാസ്റ്റ് സ്കെയിലിൽ നോക്കിയപ്പോൾ. എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ പോയിട്ടുണ്ടാവും. അവിടെ 40 കിലോയ്ക്ക് എത്തി. ഇപ്പോഴും എൻ്റെ സ്കിന്ന് ഫിക്സ് ആയിട്ടില്ല, കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് അവിടെ 2 മാസം കിടന്നു, ഏകദേശം സെറ്റായി, തിരിച്ചു വന്നു, സ്നേഹിയും സെറ്റായി. ഞാനൊരു 2 കൊല്ലം ഇവിടെ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് നിന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്തു, അമ്മേനെ കൺവിൻസ് ചെയ്തിട്ട്, അമ്മ ബാംഗ്ലൂരാണ്, അവിടെ പോയി ബാക്കി. അവിടെ ആണെങ്കിൽ എനിക്കറിയാം എന്ത് തരികിട കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കോളേജൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് പോരാ. ബാംഗ്ലൂർ കുറേ കൊല്ലം ക്രിക്കറ്റ് കളിച്ച് നടന്നു. അങ്ങനെ ക്രിക്കറ്റ് കളിച്ച് നടന്നു. വീട്ടുകാരവിടെ ഉണ്ടായിരുന്നു. സ്നേഹ പിന്നെ അവിടെ ജോബിന് വന്നു. സ്നേഹ അത്ര കാലം അവിടെയായിരുന്നു. ഞാനും സ്നേഹയൊക്കെ ഇപ്പോൾ ഈ വീട്ടുകാർ കാണാതെ ഒളിച്ചുമ്പോൾ അതും പോണ പരിപാടിയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഒരു കാര്യം ഉറപ്പ്, ആരും വരൂലല്ലോ. ഞങ്ങൾ ലിവിങ് ടുഗെദർ ആയിരുന്നു. സ്നേഹൻ്റെ അമ്മ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അമ്പലത്തേക്ക് ഓടും. പക്ഷേ കുഴപ്പമില്ല, കാരണം ലൈഫിൻ്റെ ഏതെങ്കിലും സ്റ്റേജിൽ ഇതൊക്കെ പറഞ്ഞേ പറ്റും. ഞങ്ങളിങ്ങനെ സെറ്റായി. കൊറോണ ടൈമൊക്കെ ആയ സമയത്ത് വീണ്ടും പറഞ്ഞ പോലെ ഞങ്ങൾ ആ ലൈഫിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തി. അവള് ബാക്ക് ടു കേരള വന്നു. ഞാനും എന്ത് ചെയ്തു, തിരിച്ച് നാട്ടിലെത്തി. കല്യാണത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നു. പറഞ്ഞപ്പോൾ ഇവളെ വീട്ടിൽ നിന്നാണെങ്കിൽ കല്യാണം കഴിച്ചേ പറ്റൂന്നിപ്പോൾ. എൻ്റെ വീട്ടിൽ ചോദിക്കുമ്പോൾ ഈ കണ്ടുപിടിച്ചതല്ലേ, ഈ എട്ടിക്കോ, നോ പ്രോബ്ലം. അച്ഛനെ വിളിച്ചു അതിൻ്റെ ഇടയിൽ. എന്തായാലും കല്യാണം ആകുമ്പോഴെങ്കിലും അച്ഛനെ വിളിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ സംസാരിക്കാറില്ല. കാരണം ഫോൺ വരുമ്പോൾ തന്നെ നോക്കിയിട്ട് അച്ഛൻ, ഇതാണ് എൻ്റെ ഒരു മൂഡ്. അച്ഛനെ വിളിച്ച് കല്യാണത്തിന് വരുമെന്ന് ചോദിച്ചു. വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ബൈ, വരില്ല. മൂപ്പര് മറ്റേ മൂടില്ല, ഈ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എടുത്ത് നടത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്നെ പഠിപ്പിച്ച കുറച്ച് പൈസ എനിക്ക് പോയിട്ടുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഏത് പിന്നെ എങ്ങനെയൊക്കെയോ കല്യാണം നടന്നു. പിന്നെ അവിടുന്ന് സോഷ്യൽ മീഡിയ, ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞൊരു സാധനം, അത് ക്രിക്കറ്റിൻ്റെ ഇടയിൽ കൊറോണ വന്നപ്പോൾ കല്യാണം കഴിഞ്ഞൊക്കെ ആ സെറ്റപ്പിലിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയി തുടങ്ങി. യൂട്യൂബ് തുടങ്ങി, സെറ്റിലായി, ലൈഫ് സമാധാനമായി. ഒരു 2 കൊല്ലം കൊണ്ട് വിചാരിക്കാവുന്നതിലും അപ്പുറം പൈസ കിട്ടി തുടങ്ങി. നീ കയ്യിൽ നിന്ന് പോകും. രാത്രി 9:50. மொத்தத்துல ஐயோ இருக்குது என்ன தங்கமே உன்னதான் தேடி வந்த நானே வரமே ஒரு நாள் உன்ன தூக்குவே. അർദ്ധരാത്രി 12:35. ഇഷ്ടമായില്ല, എനിക്ക് കംഫർട്ടബിൾ അല്ല, ഇനി അത് റിപ്പീറ്റ് ചെയ്യരുത് പറയാം. സില്ലിയായിട്ട് എനിക്കത് വിടാൻ പറ്റണില്ല. പക്ഷെ ഓവരെ സൈഡ് സില്ലി ആവണോ എന്നുള്ള രീതിയിൽ നീ പറയുമ്പോൾ എനിക്ക് എന്തോ ആവുന്നത് അതാണ്. അതായത് എനിക്ക് ഫീൽ ചെയ്തത് അതാ. കാരണം ആ ഒരു ആക്റ്റാണ്, അല്ലാതെ ഇൻറ്റൻഷ്യലി അല്ല. യസ്മിൻ
ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. മനസ്സിലായി? ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. മനസ്സിലായി? ഒരു പക്ഷെ ഞാൻ ഇത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തോ ഞാൻ ക്യാരക്ടർലെസ് ആവുന്ന മാതിരിക്ക് ഫീൽ ചെയ്യുന്നു. റിയാക്ട് ചെയ്ത് അതും എൻ്റെ ക്യാരക്ടർലെസ് ആക്കുന്നു. രണ്ടും എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹലോ ബ്രോ, ഞാൻ പറഞ്ഞത് റിയലി അൺകംഫർട്ടബിൾ. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. ഐ മീൻ ദാറ്റ്സ് മൈ നേച്ചർ. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങന്മാരുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താണ്. റിയലി സോറി. നിന്റെ ഒരു കംഫർട്ട് സ്പേസിലേക്ക് ഇനി ഞാൻ ഒരിക്കലും കടന്നു കയറില്ല. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് മോളെ എൻ്റെ മുഖത്ത് നോക്കടി. അതിൻ്റെ മോളെന്നല്ലേ വിളിക്കുന്നത്. നോക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? എനിക്ക് കുറച്ച് ടൈം വരുമോ? സോ സോറി കേട്ടോ. അതിന് മനഃപൂർവ്വമല്ല. അല്ല അത് എന്നുവെച്ചാൽ അത് പെങ്ങൾ ഇത്ര കണ്ടാ മതി. സോറി കേട്ടാ. അവക്ക് വേണ്ടി. അർദ്ധരാത്രി 12:50. എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ പറ. ഒരു പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്യുന്ന നല്ലതായിരിക്കും. ആണുങ്ങളുടെ അടുത്താണ് പെണ്ണുങ്ങളുടെ അടുത്താണ്. ആള് സിബിനല്ലേ? അർജുൻ എന്താ കണ്ടത്? ഇല്ല ഒന്നും കണ്ടില്ല. ലൈക്ക് പറയൂ. വേറെ ആരാ പറഞ്ഞയാ ഒന്നും ചെയ്തില്ല. എന്തോ കണ്ട്. നീ എന്താ പറയാത്ത? ഞാൻ ആലോചിക്കുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് പറഞ്ഞല്ലേ മനസ്സിലാവുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയുന്നില്ല. അതോട് മുടിഞ്ഞു. തിരിച്ച് ഞാൻ ഇത് വളക്കണോന്ന് എന്താണ് വേണ്ടത്? അതാ പറഞ്ഞാ പറയാം. അല്ല എന്നെ ചെയ്താൽ ഞാൻ വായ് മൂടുന്നു വേണ്ടി എന്നെ ചെയ്യുന്ന. ഞാൻ റിയാക്ട് ചെയ്യില്ല എന്നാ എനിക്ക്. റിയാക്ട് ചെയ്യില്ല എന്നല്ല, പുള്ളിക്കാരന് പ്രൊഫഷണലി ഈസ് എ ഡാൻസർ ആൻഡ് കൊറിയോഗ്രാഫർ. അവരുടെ ഗ്രൂപ്പിലെല്ലാമേ ഫ്രണ്ട്സ് ഹാഫ് ഗേൾസ് ഹാഫ് ബോയ്സ് ആയിരിക്കും. അവരെല്ലാം ഇങ്ങനെയൊക്കെ തമാശ രീതിയിലൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു എന്താ പറയുക, ഒരു ബിഹേവിയർ പാറ്റേൺ ആയിരിക്കാം. പുള്ളി അറിഞ്ഞോണ്ട് ചെയ്യുവാണോ അറിയാതെ അറിഞ്ഞോണ്ട് പിന്നെയും ചെയ്യത്തില്ലല്ലോ. അപ്പം അറിയാണ്ടത് ബോഡി ലാംഗ്വേജിൽ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഇവിടെ എല്ലാരും അങ്ങനെ കംഫർട്ടബിൾ ആവണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇതുക്കുമേ ഞാൻ എന്ന് മോഹൻലാൽ സാർ ഇത് പണുമ്പോൾ ഞാൻ നീ ക്ലിയർ ചെയ്തതാ. ചെയ്തില്ല. ഓക്കെ എന്തോ ഇതായി. പക്ഷെ ഇപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ அவங்க തിരിച്ചും എന്റെ മണ്ട മേലെ കയറും പറയണം. എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നീ പറയണം. എനിക്ക് ബോഡി ലാംഗ്വേജ് ഇങ്ങനെ തൊട്ടും പിടിച്ചും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ബോഡി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. കീപ്സ് ലിറ്റിൽ ഡിസ്റ്റൻസ് വെനെവർ യു ടോക്ക്. അങ്ങനെ പറയണം. ഞാൻ പറയാതെ ഇരുന്നതാണ് പ്രോബ്ലം ആയത്. സോറി. പുലർച്ചെ 1 മണി. നിനക്ക് അൺകംഫർട്ടബിൾ ആയ? ഇല്ല, എനിക്ക് പെട്ടെന്ന് എല്ലാത്തുക്കും എന്റെ ഇത് ഇവിടെ കൈ വെച്ച് എന്നെ ഡെമോ പീസ് മാറി ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് എനിക്കത് ഒരു മാതിരിയായി. എനിക്ക് സത്യം പറഞ്ഞ നിങ്ങൾ അത് ചെയ്തു, എനിക്ക് എന്തോ ഒരു മാതിരിയായി. സിബിനേട്ടാ നിങ്ങളൊക്കെ പ്രശ്നം ഇത് വെളിയിൽ എങ്ങനെ പോകും? അങ്ങനെയല്ല, എനിക്കറിയില്ല. അതല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. എനിക്ക് ഒരു നീ എന്റെ അടുത്തുള്ളത് അൺകംഫർട്ടബിൾ താണ്ടി എനിക്ക് എന്താ പറയുക, ഒരു ഇപ്പോഴും നീയല്ലേ കൂടെ ഉണ്ടായിരുന്നു? അതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ഇന്റൻഷണൽ മോളെ. അയ്യോ ഇന്റൻഷണൽ അല്ല, ഞാൻ ഇപ്പൊ പറയുന്നതാണ്. അങ്ങനെ ഉണ്ടാവില്ല. സോറി, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് സിബിനേട്ടന്റെ ഇന്റൻഷൻ എനിക്ക് അറിയാം. ഇറ്റ് വാസ് നോട്ട് ബാഡ്. അത് എനിക്ക് നല്ലോണം അറിയാം. ചെയ്യില്ല. അയ്യോ ഞാൻ അതാ പറയണല്ലോ, അത് നോ, അത് കിടയാത്. ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. ഡെമോ പീസ് ആയിട്ട് യൂസ് ചെയ്തെന്ന് വിചാരിക്കില്ല. എനിക്കത് ഫീൽ ആയി, അത്രേ ഉള്ളൂ. മേ ബി നോ, സിബിനേട്ട അപ്പടി നിനക്കില്ല, അതെനിക്കറിയാം. പക്ഷെ ചെയ്യില്ല ഞാൻ ശ്രീധർ. 36-ാം ദിവസം പുലർച്ചെ 1:30. നീ പറഞ്ഞില്ല ലൈക്ക് നീ തന്നെ പറഞ്ഞ ആരെയോ എന്താ പറയുന്ന ലൈക്ക് பேசும்போது டச் பண்ண அந்த சம்திங் அந்த பேஸ்ல ஆரம்பிச்சது ആരെയോ കണ്ടോ? ഞാൻ ഇൻസിഡന്റ് പറഞ്ഞ പിന്നെ എനിക്ക് அதுதான் யாருன்னு கேட்டேன். പറ നോർമൽ കാര്യം പറഞ്ഞ പറ.
ഓരാരും പറഞ്ഞാല് പറ പറ ലാസ്റ്റാ കേക്കറ. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. വേറെ ഏതോ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല അന്ന് പറഞ്ഞ അതല്ലാണ്ടും ഉണ്ട്. അതാ ഇപ്പൊ ഞാൻ പുള്ളിനെ നോക്കാറുള്ളൂ. സോർട്ട് ഔട്ട് ചെയ്തോ? എനിക്കറിയുന്നില്ല. ഓക്കെ ആയോ? ആളല്ലേ? പേഴ്സണ്ട. ഓക്കെ.